എല്ലാവർക്കും ഡിജിറ്റൽ മലയാളത്തിൻ്റെ മറ്റൊരു അൺബോക്സിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മോട്ടോയുടെ ഒരു ബഡ്ജറ്റ് ഫോണാണ്. ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഫോണിൻ്റെ പേരാണ് മോട്ടോയുടെ E6S എന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞിട്ട് ഇതിൻ്റെ വില നമുക്കിപ്പോൾ പറയാൻ സാധ്യതയില്ല, കാരണം ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ എത്തിയിട്ടില്ല. ഇത് എത്തുമ്പോഴാണ് ഈ വീഡിയോ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ മോട്ടോയുടെ E6S എന്ന ഫോണുമായിട്ടാണ്. അപ്പോൾ തീർത്തും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങിക്കാവുന്ന ഒരു ഫോണാണിത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്പെക്സൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 13+2 ഡുവൽ ക്യാമറ, അതിൻ്റെ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി, ഫിംഗർ പ്രിൻ്റ് സെൻസർ, 3000 mAh ബാറ്ററി ലൈഫ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ബോക്സിൽ ലഭിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ പേപ്പേഴ്സ്, പിന്നെ ചാർജർ, ഡേറ്റ കേബിളും അഡാപ്റ്ററും, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിൽ ലഭിക്കുന്നത്. അതിൻ്റെ ഒരു ബാക്ക് കവർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ബാക്ക് കവർ ഇതിൽ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇതിലിങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്, സെപ്പറേറ്റ് ആയിട്ടല്ല. കാരണം അതിനൊരു റീസണുണ്ട്. ഇത് നോൺ റിമൂവൽ ബാറ്ററി അല്ല, ഇത് നമുക്ക് റിമൂവ് ചെയ്യാവുന്ന ബാറ്ററിയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളെല്ലാം തന്നെ നോൺ റിമൂവലാണ് ഇറങ്ങുന്നത്. എന്നാൽ നമുക്ക് ഈ ഫോണിൻ്റെ മോട്ടോറോളയുടെ ഈ ഫോണിൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ അത് വളരെ കെയർഫുള്ളായിട്ട് ബാറ്ററി ഊരേണ്ടതാണ്, കാരണം അത് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ബാക്ക്. അപ്പോൾ നമുക്കിത് ബാറ്ററി റിമൂവ് ചെയ്യാവുന്ന ഒരു ഫോണാണ്. അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ മോട്ടോറോള E6S എന്ന സ്മാർട്ട് ഫോൺ. തീർച്ചയായിട്ടും നമുക്കത് പറയാം, കാരണം ഇതിൽ അങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരും. കാരണം ഇത് നമുക്ക് അഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് മാത്രമേ ഇതിൻ്റെ ബാക്ക് നമ്മൾ അഴിക്കാവൂ, കാരണം ഡാമേജ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്പെക്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന വേരിയൻറ്റ്, ഒരേ വേരിയൻറ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. എൻ്റെ കയ്യിലിരിക്കുന്ന വേരിയൻറ്റ് 4GB RAM 64GB സ്റ്റോറേജിൽ എത്തിയിരിക്കുന്ന ഫോണാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ 6.1 U നോച്ച് HD+ ഡിസ്പ്ലേ. U നോച്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. അപ്പം 1560x720 പിക്സൽ റെസൊല്യൂഷനും അതോടൊപ്പം തന്നെ 19:9 ഡിസ്പ്ലേ റേഷ്യോയും ഇത് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയിലെല്ലാം തന്നെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങിക്കാവുന്ന ഫോണിൽ ഡിസ്പ്ലേ എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആസ്പെക്ട് റേഷ്യോ 19:9 ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. 80% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. പിന്നെ 3000 mAh റിമൂവൽ ബാറ്ററി, നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. 3000 mAh റിമൂവൽ ബാറ്ററി, 10 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. 10 വാട്ടിൻ്റെ ചാർജറാണിത്. അതോടൊപ്പം തന്നെ 4G ആണ്, 4G LTE ആണ്. പിന്നെ ഡുവൽ സിമ്മാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, മൈക്രോ പ്ലസ് നാനോ. അതോടൊപ്പം നമുക്ക് ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 13 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറ, 13+2, 13ൻ്റെ മെയിൻ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, LED ഫ്ലാഷ് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ സെൽഫിയിലേക്ക് പറയുകയാണെങ്കിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഈ ഫോണുകൾക്കുണ്ട്. പിന്നെ പ്രൊസസ്സറിലേക്ക് പോവുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P22 പ്രൊസസ്സർ. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രൊസസ്സറാണ്, നമുക്ക് മോശമൊന്നും പറയാൻ സാധിക്കില്ല. P22 ഉണ്ട്. ആൻഡ്രോയിഡ് 9 Pie. ഇപ്പോൾ ഇതിൻ്റെ പ്രൊസസ്സർ ഓക്കെ നമുക്ക് പറയാം, പക്ഷേ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാൻഡേർഡ് നൽകിയിട്ടുണ്ട്. 4GB RAM ഉണ്ട്, 64GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉണ്ട്, 512GB വരെ ഇതിൻ്റെ മെമ്മറി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും മൈക്രോ SD കാർഡ് ഉപയോഗിച്ച്. 3000 mAh റിമൂവൽ ബാറ്ററി, 6.1 U നോച്ച് HD+ ഡിസ്പ്ലേ. എല്ലാം തന്നെ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇറങ്ങുന്ന ഫോണിൽ തീർച്ചയായിട്ടും മോട്ടോയുടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ, അതായത് നമുക്ക് അറിയാം റിയൽമിയുടെ ഇപ്പം ബഡ്ജറ്റ് റേഞ്ചിൽ കുറേ ഫോണിൽ ഇറങ്ങി 7999 റേഞ്ചിൽ, ഏകദേശം അതേ റേഞ്ചിൽ തന്നെ വരുന്നൊരു ഫോണാണിത്. റിമൂവൽ ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനലിൽ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിവ്യൂ, ഇതിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ XT പോലുള്ള ഫോണുകളുടെ റിവ്യൂ ഒക്കെ നമുക്ക് തരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.